എല്ലാവർക്കും ഹൃദ്യം മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് UGC നെറ്റ് പരീക്ഷയുടെ മുൻവർഷ ചോദ്യങ്ങൾ വിശകലനം ചെയ്യുന്ന 5ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ ഞങ്ങൾ എല്ലാ ദിവസവും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സുകൾ കൃത്യമായി നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മലയാളം പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഞങ്ങളുടെ ചാനൽ എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഞങ്ങളെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ കൂടുതൽ മുഖവുരയുടെ ആവശ്യമില്ല. നമ്മുടെ സീരീസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മുടെ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് തന്നെ പോയാലോ. ശ്രീനാരായണ ഗുരുവിൻ്റെ രചനകളായ ആത്മോപദേശ ശതകം, ജനനി നവരത്ന മഞ്ജരി, മനനമാല എന്നിവ പ്രകാശിപ്പിച്ച ആദ്യകാല മാസിക. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് അല്ലേ. ശ്രീനാരായണ ഗുരുവിന്റെ രചനകളായ ആത്മോപദേശ ശതകം, ജനനി നവരത്ന മഞ്ജരി, മനനമാല എന്നിവ പ്രകാശിപ്പിച്ച ആദ്യകാല മാസിക. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. എന്താണ് വിവേകോദയം? SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. അപ്പൊ പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യമില്ല, അതിനപ്പുറത്തേക്ക് ഒരു ടെൻഷന്റെ ആവശ്യമില്ല, അതിനപ്പുറത്തേക്ക് ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. ചോദ്യത്തിന്റെ ഉത്തരം വിവേകോദയമാണ്. മറ്റ് 3 ഓപ്ഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, പക്ഷേ നമുക്ക് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. വിവേകോദയം എന്താണെന്ന് അറിയുന്ന ഒരാൾ അത് ഉത്തരം കുത്തി കഴിഞ്ഞു. വിദ്യാവിനോദിനി, വിദ്യാസംഗ്രഹം, സമുദായ ദീപിക, വിവേകോദയം. അതിൽ വിവേകോദയം തന്നെയാണ് ഉത്തരം. അതിലൊരു നോട്ടമില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. മിശിഹാ തമ്പുരാൻ കേപ്പായ്ക്ക് മുമ്പിൽ കൊടുത്ത തലസ്ഥാനവും മുഷ്കരത്വവും മറ്റൊരുത്തന് കൊടുത്തു വാഴിച്ചു അന്ത്യോക്യയിൽ ഇരുത്തിയേച്ചു പോകുമോ? വേദതർക്കം, സംക്ഷേപ വേദാർത്ഥം, വർത്തമാന പുസ്തകം, സത്യവാദഗീഠം. ഇത് ഏത് കൃതിയിലെ വരികളാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ 4 കൃതികളിലേക്ക് ഒന്ന് പോകാം. അത് കഴിഞ്ഞ് നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. കരിയാട്ടി മെത്രാൻ മലയാളത്തിൽ വേദതർക്കം എന്ന പേരിലൊരു ഗദ്യഗ്രന്ഥം നിർമ്മിച്ചിട്ടുണ്ട്. അതിലെ വിഷയം ക്രിസ്തീയ സഭകളിൽ പല അധികാരികൾ ഒരു കാലത്തും ഉണ്ടായിട്ടില്ലെന്നും ഏകാധികാരി പത്രോസും പത്രോസിന്റെ അനുഗാമിയായ മാർപ്പാപ്പയും മാത്രമാണെന്നാകുന്നു. ആ ഗ്രന്ഥം 1768 ആലങ്ങാട്ട് വെച്ച് എഴുതിയെന്ന് പറയുന്നു. ഓർത്തു വെക്കുക, വർഷം ഓർത്തു വെക്കുക. ആ ഗ്രന്ഥം, വേദതർക്കം എന്ന ഗ്രന്ഥം 1768 ആലങ്ങാട്ട് വെച്ച് എഴുതി. അതിൽ നിന്നൊരു ഭാഗം താഴെ ഉദ്ധരിച്ചിട്ടുണ്ട്. ആദ്യ തൊട്ട് മിശിഹ വരുവോളം പല തലവന്മാരായി വാണുവെങ്കിലും ഒരു കാലത്തിൽ ഒരു കൂട്ടത്തിന് 2 തലവന്മാരെ ഒരു നാളും വാണിട്ടില്ലെന്നും വിശ്വാസമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്നു. ഓരോരോ കാലങ്ങളിൽ ഓരോരോ തലവന്മാരെത്രയാകുന്നു. ഇതെന്തേ? ഉള്ളൂർ സാഹിത്യ ചരിത്രം. ഇത് വേദതർക്കം എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അടുത്ത ഓപ്ഷനിലേക്ക് നമുക്ക് പോവാം. സംക്ഷേപ വേദാർത്ഥമാണ് അടുത്തത്. സംക്ഷേപ വേദാർത്ഥം ഒറ്റയ്ക്ക് പ്രത്യേകം തയ്യാറാക്കിയ ജംഗാമ അച്ചുകൾ അഥവാ മൂവബിൾ ടൈപ്പായിട്ടുള്ള അച്ചുകൾ ഉപയോഗിച്ച് മലയാള അക്ഷരങ്ങൾ ആദ്യമായി അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ പുസ്തകമാണ് നസ്രാണി ഒക്കെക്കും അറിയേണ്ടുന്ന സംക്ഷേപ വേദാർത്ഥം. അതാണ് ആ പേരിൽ അറിയപ്പെട്ടത്. നസ്രാണികൾ ഒക്കെക്കും അറിയേണ്ടുന്ന സംക്ഷേപ വേദാർത്ഥം. ക്രൈസ്തവ പുരോഹിതനായ ക്ലെമന്റ് പിയാനിയസ് കേരളത്തിൽ വന്ന് മലയാളവും സംസ്കൃതവും പഠിച്ചെഴുതിയ ഈ കൃതി 1772 റോമിൽ വെച്ച് മലയാള ലിപി മാത്രം ഉപയോഗിച്ച് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു. 1774 ഇതിന്റെ പതിപ്പുകൾ കേരളത്തിലെത്തിയത്. അപ്പോൾ ഇതിന്റെ വർഷം ഓർത്തിരിക്കുക. 1772 റോമിൽ വെച്ച് മലയാള ലിപി മാത്രം ഉപയോഗിച്ച് അച്ചടിച്ചു. 1774 ഇതിന്റെ പതിപ്പുകൾ കേരളത്തിലെത്തി. ആദ്യകാല മറ്റൊരു ഗദ്യകൃതിയാണ് സംക്ഷേപ വേദാർത്ഥം. എന്താണ് പ്രത്യേകത? മലയാള അക്ഷരങ്ങൾ ആദ്യമായി അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ മലയാള പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. ഇനി അടുത്ത കൃതിയിലേക്ക് പോയാൽ വർത്തമാന പുസ്തകം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. മലയാളത്തിലെ ഒന്നാമത്തെ യാത്രാവിവരണ രചനയാണ് വർത്തമാന പുസ്തകം. പാറേമാക്കൽ തോമാ കത്തനാരാണ് ഇത് രചിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം. തോമാ കത്തനാർ മറ്റൊരു സുറിയാനി കത്തോലിക്ക പുരോഹിതനായിരുന്ന കരിയാറ്റിൽ മാൽപ്പാനൊപ്പം 1778 1786 ഇടയ്ക്ക് നടത്തിയ യൂറോപ്പ് പര്യടനത്തെ അധികരിച്ചാണ് ഇത് എഴുതിയിരിക്കുന്നത്. അവിടെ അതിന്റെ കവർ പേജ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഭാരതീയ ഭാഷകളിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൃതിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത കൃതി നോക്കാം. സത്യവാദഗേഠം. 1863 ജോർജ് മാത്തൻ രചിച്ച സത്യസന്ധതയെ പറ്റിയുള്ള ഒരു പ്രബന്ധമാണ് സത്യവാദഗേഠം. ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് തിരുവിതാംകൂറിൽ നടന്ന ഗ്രന്ഥരചനാ മത്സരത്തിൽ സത്യവാദഗേഠം എന്ന ഗ്രന്ഥം സമ്മാനാർഹമായി. സർക്കാർ ഈ പ്രബന്ധം പ്രസിദ്ധപ്പെടുത്തുവാൻ ആലോചിച്ചുവെങ്കിലും
അന്യമത വിശ്വാസികൾക്ക് യോജിക്കാനാവാത്ത ചില ആശയങ്ങൾ പ്രബന്ധത്തിലുള്ളതിനാൽ പ്രസിദ്ധപ്പെടുത്തിയില്ല, പിന്നീട് സ്വന്തം നിലയിൽ പ്രസിദ്ധപ്പെടുത്തുകയായിരുന്നു എന്നും പറയുന്നു. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? മിശിഹാ തമ്പുരാൻ കേപ്പായിക്ക് മുമ്പിൽ കൊടുത്ത തലസ്ഥാനവും മുഷ്കരത്വവും മറ്റൊരുത്തന് കൊടുത്ത് വാഴിച്ചു അന്ത്യോക്യയിൽ ഇരുത്തിയേച്ചു പോകുമോ എന്നത് വേദതർക്കത്തിലെ വരികളാണ്. ഓർത്തിരിക്കുക, വേദതർക്കത്തിലെ വരികളാണ്. വേദതർക്കത്തിലെ മറ്റു കുറച്ച് വരികളും നമ്മളിവിടെ പരിചയപ്പെട്ടിരുന്നു, അത് ഈ വരികളാണ്. അപ്പോൾ ഈ വരികളും ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. എങ്ങാനും ഈ അടുത്ത പരീക്ഷയ്ക്ക് ഈ വരി തന്നിട്ടാണ് ചോദ്യം വരുന്നതെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ ഈ ഒരു വരികളും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. വരികൾ നിങ്ങൾക്ക് കാണുന്നില്ല, പിന്നെ എങ്ങനെ എഴുതിയെടുക്കുമെന്ന് സംശയം വേണ്ട, ഞാനൊരു സെക്കൻഡിലേക്ക് എന്നെ മറയ്ക്കാം. അടുത്ത ചോദ്യം, ആദ്യകാല മാസികകളും പത്രാധിപന്മാരും ചേരുംപടി ചേർക്കുക. വളരെ എളുപ്പമുള്ള ചോദ്യമാണ് അല്ലേ? രസികരഞ്ജിനി, കവന കൗമുദി, വിവേകോദയം, വിദ്യാവിനോദിനി. പട്ടിക 2 പന്തളം കേരളവർമ്മ, കുമാരനാശാൻ, CP അച്യുതമേനോൻ, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. രസികരഞ്ജിനി നമുക്ക് എല്ലാവർക്കും അറിയാം. രസികരഞ്ജിനി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ പ്രസിദ്ധീകരണത്തിൽ അല്ലെങ്കിൽ പത്രാധിപത്യത്തിൽ ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണമാണ് രസികരഞ്ജിനി. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ നമുക്ക് അവിടെ കിട്ടി. കവന കൗമുദി പന്തളം കേരളവർമ്മയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കവന കൗമുദി പന്തളം കേരളവർമ്മ. വിവേകോദയം നമുക്കറിയാം, കുമാരനാശാനാണ്. വിവേകോദയം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം, സ്വാഭാവികമായും ആശാൻ. വിദ്യാവിനോദിനി CP അച്യുതമേനോന്റെ പത്രാധിപത്യത്തിൽ ഒരുപാട് കാലം പ്രവർത്തിച്ച ഒരു മാസികയായിരുന്നു വിദ്യാവിനോദിനി, നമുക്കറിയാം. അപ്പോൾ അതിന്റെ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ തന്നെ ആ ABCD എന്നുള്ള ഓപ്ഷനിൽ ഏതാണ് അതിന്റെ ഉത്തരം വരുന്നത് നോക്കുക. ഉത്തരങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞാനത് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ കണ്ടെത്തുക. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ചെറുകാടിന്റെ നോവലുകൾ. ഇവിടെ 5 നോവലുകൾ തന്നിട്ടുണ്ട്. മൂടുപടം, ശനിദശ, വേരുകൾ, പ്രമാണി, റൗഡി. ഇതിൽ 5 എണ്ണത്തിൽ നിന്നും ചെറുകാടിന്റെ മാത്രം നോവലുകൾ എടുക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 5 നോവലുകളെ പറ്റി ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ നോവലുകളൊക്കെ ആരുടെയാണെന്ന് നോക്കിയിട്ട് അതിനെപ്പറ്റി വിശദമായിട്ട് നോക്കാം. ഇതിൽ മൂടുപടം എന്നത് SK പൊറ്റക്കാടിന്റെ നോവലാണ്. ശനിദശ ചെറുകാടിന്റെ നോവൽ തന്നെയാണ്. വേരുകൾ മലയാറ്റൂർ രാമകൃഷ്ണന്റെ നോവലാണ്. വേരുകൾ മലയാറ്റൂർ രാമകൃഷ്ണന്റെ നോവലാണ്. പ്രമാണി ചെറുകാടിന്റെ നോവൽ തന്നെയാണ്. റൗഡി P കേശവദേവിന്റെ നോവലാണ്. അപ്പൊ ഉത്തരം കിട്ടിയല്ലോ. ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാനുണ്ട്. ഇനിയിപ്പോ നമുക്ക് SK പൊറ്റക്കാടിനെ പറ്റി ഒന്ന് നോക്കിയാലോ. SK പൊറ്റക്കാട് കോഴിക്കോട് സാമൂതിരി കോളേജ് മാഗസീനിൽ വന്ന രാജനീതി എന്ന കഥയായിരുന്നു ആദ്യം പ്രസിദ്ധീകരിച്ച കഥ. 1939 ബോംബെയിൽ വെച്ചാണ് ആദ്യത്തെ നോവൽ നാടൻ പ്രേമം എഴുതുന്നത്. 1940 മലബാറിലേക്കുള്ള തിരുവിതാംകൂറിൽ നിന്നുള്ള കുടിയേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാടിന്റെ കഥ പറയുന്ന വിഷകന്യക പ്രസിദ്ധീകരിച്ചു. മദിരാശി സർക്കാരിന്റെ പുരസ്കാരം ഈ നോവലിന് ലഭിച്ചു. ഒരു തെരുവിന്റെ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഒരു ദേശത്തിന്റെ കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം അവാർഡ്, ജ്ഞാനപീഠ പുരസ്കാരം, ഇവയെല്ലാം SK പൊറ്റക്കാടിന് ലഭിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ നോവലുകൾ ഒന്ന് നോക്കുക. അദ്ദേഹത്തിന്റെ നോവലുകൾ ഞാൻ എല്ലാം ഒന്നും വായിക്കുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാം എന്ന് വിശ്വസിക്കുന്നു. നോവലുകളൊക്കെ തന്നെ എഴുതി വെക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ പഠിച്ചു വെക്കുകയോ ചെയ്യുക. അടുത്തത് ഇനിയുള്ളത് നോവലും ചെറുകഥയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ നോവലുകൾ എല്ലാം ഒന്നും ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇല്ലാത്തത് ഞങ്ങൾ എന്തായാലും തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഷെയർ ചെയ്യുന്നതാണ്, ചോദ്യമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ചെറുകഥകൾ, പ്രധാനപ്പെട്ട ചെറുകഥകൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ വർഷവും കൊടുത്തിട്ടുണ്ട്. അതും കൃത്യമായി നിങ്ങൾ പഠിച്ചു. ഇനി അടുത്ത ചെറുകാടാണല്ലേ. ചെറുകാടിന്റെ നോവലുകൾ നോക്കുക. മുത്തശ്ശി, മണ്ണിന്റെ മാറിൽ, ഭൂപ്രഭു, മരണപത്രം, ശനിദശ, ദേവലോകം. അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടത് ചോദ്യത്തിൽ പറയുന്ന നോവലുകളെയും ചേർത്ത് വായിക്കുക. ഇനി ചെറുകാടിന്റെ ചെറുകഥകളും കവിതകളും കൊടുത്തിട്ടുണ്ട്, അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അദ്ദേഹത്തിന്റെ നാടകങ്ങളെ കൂടെ ഒന്ന് നോക്കി വെക്കുക. കാരണം നാടകങ്ങൾ ഭയങ്കരമായി ചോദ്യങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ നാടകങ്ങളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ. മലയാറ്റൂർ രാമകൃഷ്ണന്റെ നോവലുകൾ നോക്കാം. ഡോക്ടർ വേഴാമ്പൽ, വേരുകൾ, യക്ഷി, പൊന്നി, ദ്വന്ദ്വയുദ്ധം, യന്ത്രം, അനന്തചര്യ, നെട്ടൂർ മഠം, മൃതിയുടെ കവാടം എന്നിവയാണ് അദ്ദേഹത്തിന്റെ നോവലുകൾ. അദ്ദേഹത്തിന്റെ കഥകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, എഴുതിയെടുക്കുക. അദ്ദേഹത്തിന്റെ ചെറുകഥകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ചെറുകഥകളും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, എഴുതി വെക്കുക, പഠിച്ചു വെക്കുക. അടുത്തതായിട്ടാണ് ഓപ്ഷനിൽ വരുന്ന ഒരാളാണ് P കേശവദേവ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലുകൾ കൊടുത്തിട്ടുണ്ട്. ഓടയിൽ നിന്ന്, ഭ്രാന്താലയം, അയൽക്കാർ, റൗഡി, കണ്ണാടി, സ്വപ്നം, എനിക്കും ജീവിക്കണം, തൊണ്ടിയുടെ കഥ, വെളിച്ചം കയറുന്നു, എങ്ങോട്ട്, ഒരു ലക്ഷ്യവും കാറും. അദ്ദേഹത്തിന്റെ ചെറുകഥകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും നോക്കുക. അപ്പൊ ഇത്രയൊക്കെ തന്നെ പറയുന്നുള്ളൂ. എല്ലാവരും വീഡിയോസ് ഇഷ്ടമായാൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിന്റെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക.
അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.